ഇന്ന് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒരു വലിയ പീസാക്കി കട്ട് ചെയ്ത് ഇതുപോലെ സൈഡൊക്കെ വരഞ്ഞ് നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ ഒരു 25 കാശ്മീരി റെഡ് ചില്ലിയും 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ചട്ടിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വിനാഗിരി ചേർത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കാശ്മീരി ചില്ലി ഉപയോഗിച്ച കാരണം ഈ മസാലയ്ക്ക് നല്ല കളറാണ്. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കിനി ഒരു മുട്ടയും ഈ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മസാലയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇത് മിക്സ് ചെയ്ത ശേഷം വെള്ളം വേണമെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്. ഞാനിവിടെ മിക്സിയുടെ ആ ജാറിലിരുന്ന അരപ്പ് കഴുകിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കുന്നത്. നമ്മളിത് അരച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് അരച്ചെടുത്തത്. എന്നാലും നോക്കണം, ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസസ് ഇട്ട് ഈ മസാലയൊന്ന് തേച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാല കയറത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ ഇരിക്കുന്ന ചിക്കൻ എല്ലാം ഇതുപോലെ നമുക്ക് മസാല തേച്ചെടുക്കാം. ചിക്കൻ പീസസ് എല്ലാം ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മസാല പിടിക്കാനായിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോഴേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് പതുക്കെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന ചിക്കൻ പീസസ് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്.
ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.